നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎസിൽ കോവിഡ് കേസുകൾ 10 ലക്ഷം കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭീതിയിൽ പൗരന്മാർ സ്വന്തം നാട്ടിലേക്ക് പോകാൻ മടിക്കുന്നു. ഇന്ത്യയിൽ അവർക്ക് തുടരാനാണ് താല്പര്യമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി ഇയാൽ ബ്രൗൺലിയെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസിയായ IANS ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. തിരികെ യുഎസിലേക്ക് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ട പലരും ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ കഴിയാനാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത് എന്നാണ് ബ്രൗൺലി കൂട്ടിച്ചേർത്തിരിക്കുന്നത്. നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള വിമാനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ പലരും തയ്യാറാകുന്നില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ചൊവ്വാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് 10 ലക്ഷം പേർക്കാണ് യുഎസിൽ കോവിഡ് രോഗം ബാധിച്ചിരിക്കുന്നത്. 58,348 മരണവും അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ആകെ 31,368 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 1,008 പേർ മരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ തുടരാനാണ് അവർക്ക് താല്പര്യമെന്നും ഇന്ത്യയിലെ സ്ഥിതിഗതികൾ മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആശങ്ക നിറഞ്ഞു നിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് മറ്റിടങ്ങൾ സേഫ് സോണിലാണ്. അവിടെയുള്ള പൗരന്മാരാണ്, US പൗരന്മാരാണ് വീട്ടിലേക്ക് പോകാൻ വിസമ്മതിക്കുന്നത്, നാട്ടിലേക്ക് പോകാൻ വിസമ്മതിക്കുന്നത്. അതിന് ഒട്ടും തയ്യാറാകുന്നില്ല എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. 2 ആഴ്ച മുൻപ് വരെ തങ്ങൾ വിളിച്ചാൽ അപ്പോൾ തന്നെ വിമാനത്താവളത്തിലെത്താൻ പലരും തയ്യാറായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സാഹചര്യം മാറി. പലതവണ വിളിച്ചിട്ട് വരുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ട സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. 4,000 പൗരന്മാരാണ് കഴിഞ്ഞ ആഴ്ച യുഎസിൽ തിരികെ എത്തിച്ചത്. ഇനിയും 6,000 പേർ കൂടി എയർലിഫ്റ്റിന് കാത്തിരിപ്പുണ്ട്. അവരിൽ ഉൾപ്പെട്ടവരാണ് ഇന്ത്യ വിടാനായി ഇപ്പോൾ മടി കാട്ടുന്നത്. യുഎസിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 10 ലക്ഷം കടന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് അവർ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാൻ മടിക്കുന്നത്. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി സർക്കാർ പരാജയപ്പെട്ടുവെന്ന് വിമർശിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്നുള്ളതാണ് US പൗരന്മാരെ വളരെയധികം ഭയപ്പെടുത്തുന്നത്. വളരെ ഭീകരമായ അവസ്ഥയിലാണ് അമേരിക്ക ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. കൊറോണ വൈറസ് പിടിപെട്ട മരിച്ചവരുടെ എണ്ണം 60,000 കടന്നിരിക്കുന്നു എന്നുള്ളതും ഏറെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പേർക്ക് വൈറസ് സ്ഥിരീകരിച്ചതും അമേരിക്കയിൽ തന്നെയാണ്. രോഗികളുടെ എണ്ണം 10 ലക്ഷം കടന്നിരിക്കുന്നു. 31 ലക്ഷത്തിലധികം പേർക്ക് ലോകമെമ്പാടും വൈറസ് പിടിപെട്ടിരിക്കുന്നു. ഇതിൽ 2.27 ലക്ഷത്തിലേറെ പേർ മരിക്കുകയും ചെയ്തു. 9.5 ലക്ഷത്തിലേറെ ആളുകൾ രോഗം ഭേദമായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ ഫ്രാൻസിൽ 427 പേർ കൂടി മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ലോകമെമ്പാടും ഇത്തരത്തിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യയിലെ സ്ഥിതിഗതികൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാണ് എന്നുള്ളത് തന്നെയാണ് എല്ലാവരെയും ഇന്ത്യയിൽ തന്നെ തുടരാൻ പ്രേരിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.